താസ കളക്ഷന്റെ പുതിയ കളക്ഷനുകൾ കാണാനാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ചൈനീസ് ടോപ്പ് ഇതിന് വെറും 299 ആണ് റേറ്റ് വരുന്നത്. ഗേൾസ് പാൻസ് 199 ഓൺലി. 299 രൂപയ്ക്ക് മെറ്റേണിറ്റി വെയർ, വെറും 150 രൂപയ്ക്ക് ലേഡി ഷോർട്സ്. സൂപ്പർ ഡേ ടീഷർട്ട് 400 രൂപ മാത്രം. ജീൻസിനൊപ്പം വെയർ ചെയ്യാൻ പറ്റിയ അടിപൊളി ടീഷർട്ടുകൾ വെറും 250 രൂപയ്ക്ക്. ലേഡീസ് 3/4 199 ഓൺലി. ഹാഫ് സ്ലീവ് ലേഡി ടീഷർട്ട് വെറും 199 രൂപയ്ക്ക്. മെൻസ് ഹൈ ലക്ഷറി ഫുൾ സ്ലീവ് കളക്ഷൻ വെറും 250 രൂപയ്ക്ക്. താസ ഫാഷൻ മൾട്ടി ബ്രാൻഡഡ് സർപ്ലസ് സ്റ്റോർ, പാലസ് റോഡ്, ചേലക്കര. തിരുവനന്തപുരം ഒറ്റപ്പാലം പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് ബസ്സിന് ചേലക്കരയിൽ സ്വീകരണം. MLA UR പ്രദീപ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ നിരവധി ജനപ്രതിനിധികളും നാട്ടുകാരും പങ്കെടുത്തു. തിരുവനന്തപുരത്ത് നിന്നും ചേലക്കര വഴി ഒറ്റപ്പാലത്തേക്ക് സർവീസ് ആരംഭിച്ച KSRTC പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് ബസ്സിന് ചേലക്കരയിൽ ആവേശോജ്വലമായ സ്വീകരണം നൽകി. ചേലക്കര എലിയപ്പറ്റ ക്ഷേത്ര പരിസരത്ത് നടന്ന ചടങ്ങ് UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. നമുക്ക് KSRTC ബസ് നിരന്തരമായി ചേലക്കരയ്ക്ക് വേണമെന്ന ആവശ്യം പരിഗണിച്ചു തന്നത്. നമുക്കറിയാം, നേരത്തെ കോവിഡ് കാലത്ത് മുമ്പ് നിരവധി സർവീസുകൾ ഇവിടെ ഓടിക്കൊണ്ടുവരുന്ന ബസ്സുകൾ കോവിഡിന് ശേഷം അതെല്ലാം കുറയുണ്ടായി. കേരളത്തിലെമ്പാടും കുറഞ്ഞു, ആ കൂട്ടത്തിൽ ചേലക്കരയിലും കുറഞ്ഞു. എന്നാൽ ഇപ്പോൾ അത്തരം സർവീസുകളെല്ലാം വീണ്ടും ആരംഭിച്ച് കിട്ടാൻ വേണ്ടിയുള്ള നിരവധി ആവശ്യത്തിൻ്റെ ഭാഗമായി നമുക്ക് ഈ റൂട്ട് കഴിഞ്ഞ ദിവസം ഇടനാടിൽ നിന്ന് ഗുരുവായൂരിലേക്ക് ഒരു റൂട്ട് അനുവദിച്ച് തരികയുണ്ടായി. വലിയ ഗുണകരമായ രീതിയിലാണ് സാധാരണക്കാർക്ക് ആ റൂട്ട് ഉണ്ടായത്, ആ സർവീസിൻ്റെ ഭാഗമായി ഉണ്ടായത്. ഇപ്പോൾ തിരുവനന്തപുരം മുതൽ ഒറ്റപ്പാലം വരെയുള്ള റൂട്ട്, ആ റൂട്ട് ചേലക്കരയ്ക്കും അതിനൊരു ഗുണം ലഭിക്കണം എന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പരിശോധിച്ച് ചേലക്കരയുടെ ആവശ്യം നടത്തി കൊടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഒറ്റപ്പാലം പോകുന്നത് ചേലക്കര വഴിയാക്കി രാത്രി 10:15 എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം 6:30 ചേലക്കര എത്തി 7 മണിയോടുകൂടി 7:20 ഒറ്റപ്പാലത്ത് എത്തുന്ന രീതിയിലാണ് ഈ സർവീസ് ഉള്ളത്. സൂപ്പർ ഫാസ്റ്റ് സർവീസാണ്. നമ്മുടെ മണ്ഡലത്തിലെ വാഴക്കോട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചേലക്കരയ്ക്ക് ഇടയ്ക്ക് നമ്മുടെ ഉതുവടി സ്റ്റോപ്പ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ കിളിമംഗലം ഉതുവടി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ധാരാളം കുട്ടികളും അധ്യാപകരും അടക്കം വരുന്ന ധാരാളം ആളുകൾ വന്ന് ഇറങ്ങുന്ന സ്ഥലമാണ്. അവിടെയും വേണം എന്ന് ആവശ്യപ്പെട്ടു. ശേഷം ചേലക്കര കഴിഞ്ഞാൽ പഴയന്നൂർ കഴിഞ്ഞാൽ പഴയന്നൂർ IHRD കോളേജ്, അത് കഴിഞ്ഞാൽ തിരുവില്ലാമല, ലക്കിടി, ഒറ്റപ്പാലം വഴിയാണ് അങ്ങനെ വണ്ടി റൂട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. ഏതായാലും ഈ റൂട്ടിൽ ഓടി തുടങ്ങിക്കഴിഞ്ഞാൽ ധാരാളം യാത്രക്കാരുണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. നിരവധി പേർ തിരുവനന്തപുരത്തേക്കോ അല്ലെങ്കിൽ കൊല്ലത്തേക്കോ പോകാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു ബസ് സർവീസ് സൗകര്യം ഉണ്ടാവേണ്ടതാണ് എന്ന് ആവശ്യമുണ്ടായിരുന്നു. നിലവിലുള്ള ബസ് സർവീസ് അത് സമയം ഞങ്ങൾക്ക് കൃത്യമായി ആവുന്നില്ല എന്ന ആവശ്യമാണ് ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ പരിഹരിച്ചു തന്നത്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. പ്രശാന്തി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. രാത്രി 10:15 തിരുവനന്തപുരത്തു നിന്നും പുറപ്പെട്ട കൊട്ടാരക്കര, കോട്ടയം, വൈറ്റില, തൃശൂർ, വടക്കാഞ്ചേരി, ചേലക്കര, പഴയന്നൂർ വഴി രാവിലെ 7 മണിക്ക് ബസ് ഒറ്റപ്പാലത്ത് എത്തിച്ചേരും. തിരികെ രാത്രി 9 മണിക്ക് ഒറ്റപ്പാലത്ത് നിന്നും പുറപ്പെട്ട് പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് തിരുവനന്തപുരത്തെത്തുന്ന രീതിയിലാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം രവീന്ദ്രൻ മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബിനു, അസീസ്, ശൈലജ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ K. നന്ദകുമാർ, ബൽക്കീസ, പ്രിയ, മനോജ് തുടങ്ങിയ ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പങ്കെടുത്തു. CCV ന്യൂസ്, ചേലക്കര.